പാലായിൽ NDAക്ക് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ റോഡ് ഷോ നടത്തുകയാണ്. തത്സമയ വിവരങ്ങളിലേക്കാണ്, വാർത്തകളിലേക്കാണ് ടോബി ജോൺസൺ ചെയ്യുന്നത്. ടോബി, പാല ഇത്തവണ ഈ BJPയുടെ ഇലക്ട്രൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ആദ്യം ഒരു പ്രതികരണത്തിൽ. അതെല്ലാം ഷോൺ പറയും. ഞാൻ അവസാന നിമിഷം വന്ന ആളല്ലേ. ഗംഭീരാണ്. ടോബി ജോൺസൺ ചെയ്ത് ടോബി, ഷോൺ ജോർജ് മത്സരിക്കുന്ന മണ്ഡലമാണ്. ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി BJP ക്രിസ്ത്യൻ വോട്ടുകൾ വല്ലാതെ പ്രതീക്ഷിക്കുമ്പോൾ അത് എങ്ങനെ പോൾ ചെയ്യപ്പെടുമെന്ന് അവർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാല. എന്താണ് പാലയുടെ തെരഞ്ഞെടുപ്പ് ആവേശം? എന്താണ് പാലയുടെ ട്രെൻഡ്? സുഹൈൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ത്രികോണ മത്സരത്തിന്റെ എല്ലാ ആവേശവും കണ്ട ഒരു മണ്ഡലമാണ് പാല. കാരണം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ആരൊക്കെ സ്ഥാനാർത്ഥികളാകുമെന്ന്. ജോസ് കെ മാണി വീണ്ടും മത്സരരംഗത്തിറങ്ങുമ്പോൾ മാണി സി കാപ്പനും വീണ്ടും മത്സരരംഗത്തേക്ക് വന്നു. തൊട്ടു പിന്നാലെയാണ് ഷോൺ ജോർജ്. നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ ഷോൺ ജോർജ് BJP NDA സ്ഥാനാർത്ഥിയായിട്ട് പാലായിലേക്ക് കടന്നു വന്നു. ഇതോടുകൂടി ത്രികോണ മത്സരത്തിന്റെ എല്ലാ ആവേശവും ഈ പ്രചരണ രംഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ റോഡ് ഷോയിലേക്ക് BJP എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ LDFും UDFും സമാനമായ രീതിയിൽ വലിയൊരു DJ റോഡ് ഷോ നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ, കൊട്ടിക്കലാശം നാളെയാണ്, അതിനു മുൻപ് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ റോഡ് ഷോ. അതിൽ ബൈക്കുകൾ, യുവാക്കളെയാണ് അണിനിരത്തിയത്. ഏകദേശം 1000-ഓളം വരുന്ന ബൈക്കുകൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോ. അതിൻ്റെ ഭാഗമാകാനാണ് സുരേഷ് ഗോപി കൂടി എത്തിയത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഈ പ്രചരണം തുടങ്ങുമ്പോൾ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് ഷോൺ ജോർജ് നടത്തിയത്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് ഷോൺ ജോർജ് റോഡ് ഷോ നടത്തുന്നു. BJPക്ക് കാര്യമായിട്ടുള്ള വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവർ വിജയിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഷോൺ ജോർജ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാം, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗങ്ങളുടെ എല്ലാം നിലപാട് എന്ത് എന്ന് നിർണായകമായിട്ടുള്ള ചോദ്യം ഇവിടെ ബാക്കിയാകുകയാണ്. FCRA വിഷയത്തിലൊക്കെ സഭകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ PC ജോർജ് സഭാ നേതാക്കന്മാർക്കെതിരെ, നേതൃത്വത്തിനെതിരെ പറഞ്ഞ ആ പ്രസ്താവനകൾ, അതെല്ലാം തന്നെ ഈ ഒരു ചർച്ചയിൽ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് ചർച്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായിട്ട് എത്ര വോട്ടുകൾ ലഭിക്കുമെന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെയും വിജയപരാജയങ്ങളിൽ നിർണായകമാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ BJPയിൽ ഉണ്ടായിരുന്ന പകുതിയോളം വോട്ടുകൾ കാപ്പന് പോയി എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ജോസ് കെ മാണി അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ BJP ക്യാമ്പ് കൃത്യമായി അവരുടെ വോട്ടുകൾ അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി പോരടിക്കുമ്പോൾ ഈ ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായി പോകുകയും ജോസ് കെ മാണിക്ക് വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. എന്നാൽ കാപ്പൻ അങ്ങനെയല്ല. കാപ്പൻ പറയുന്നത് ഇപ്പോഴും തനിക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ മണ്ഡലത്തിലുണ്ട്. ബൈ ഇലക്ഷനിലും അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലഭിച്ച വോട്ടുകൾ, അതിൽ കൂടുതൽ വോട്ടുകൾ നേടി, ഭൂരിപക്ഷം നേടി വിജയിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള മാണി സി കാപ്പനും വെച്ചു പുലർത്തുന്നു. എന്തായാലും വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ്, പ്രചരണം തന്നെയാണ് കഴിഞ്ഞ ഒരു ആഴ്ചയോളം, കഴിഞ്ഞ 2 ആഴ്ചയോളം നമ്മൾ കണ്ടത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും വീറും വാശിയോടുകൂടി പോരാട്ടത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായാലും പ്രചാരണ ആവേശത്തിലാണ്. കലാശക്കൊട്ടിന് മുമ്പ് കൊടുമ്പിരി കൊള്ളാനുള്ള തയ്യാറെടുപ്പുകളാണ് 3 മുന്നണികളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.